നമ്മുടെ കല്യാണം കല്യാണം ഇന്നലെയായിരുന്നു. അപ്പോൾ ഇനി റിസപ്ഷനാണ് കേട്ടോ. ഇപ്പോൾ 9th നമ്മുടെ റിസപ്ഷൻ. സോ നമ്മൾ 8 മണി ഒഴുകി നമ്മൾ പുറത്തിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും ഇന്ന് ഫുഡ് പുറത്തുനിന്ന് ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ പുറത്തുനിന്നാണ് കേട്ടോ ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇഡ്ഡലി, സാമ്പാർ, ചട്നി, പിന്നെ നല്ലൊരു പാൽ ചായ കേട്ടോ. അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. കാരണം ചില്ലറ ദൂരമൊന്നുമല്ല ഇവിടുന്ന് പട്ടാമ്പിന്ന് എന്താ പറയുക കോട്ടയം ഏറ്റുമാനൂർ വരെ. അപ്പം നല്ല ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ കഴിച്ചിട്ടാട്ടോ ഞങ്ങളൊക്കെ ഇറങ്ങിയത്. എല്ലാവരെയും കൂടെ ഇരുന്ന് കഴിപ്പിച്ചായിരുന്നു. പിന്നെ സ്വത്തും അനഘ, ചിക്കോണൻ അവരൊക്കെ ഇങ്ങനെ വഴി തിരിച്ചു വരുമ്പോൾ അതുവഴി അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവർ ബാഗൊക്കെ എടുത്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ബസ്സിൽ ബാക്കിലാട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്ന പിള്ളേർ. പിന്നെ ഫുള്ള് പാട്ട്. പിന്നെ ഒരു എന്താ പറയുക, ഇവിടുന്ന് തൃശ്ശൂർ കഴിഞ്ഞ് കുറച്ചും കൂടെ എറണാകുളം എത്തുന്ന വരെ നമ്മൾ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. പാട്ട് വെച്ച് ഡാൻസൊക്കെ കളിച്ച് നമ്മൾ പിള്ളേർ മാത്രമല്ല കേട്ടോ, മെമ്മമാരും അമ്മായിമാരും അച്ഛമ്മമാരും എല്ലാവരും കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ ഒരു റിസപ്ഷൻ നമുക്കൊരു മിനി ടൂറ് പോലെ ആയി കേട്ടോ. കാരണം ദൂരമുള്ളത് കൊണ്ട് തന്നെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വാള് വയ്ക്കും. അതുകൊണ്ട് തന്നെ പിള്ളേരും അമ്മമാരും മെമ്മമാരും അച്ഛമ്മമാരും എല്ലാവരും ഡാൻസ് കളിക്കരുത്. പിന്നെ 2 വണ്ടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു വണ്ടിയിൽ ഞങ്ങൾ കുറച്ച് പേര്, പിന്നെ ഒരു വണ്ടിയിൽ ഫുള്ള് നമ്മുടെ ആണുങ്ങൾ മാത്രമായിരുന്നു കേട്ടോ, ജെൻസ് മാത്രമായിരുന്നു. സോ അവരുടെ രീതിയിൽ അവിടെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങനെ ഒരു 2 മണിയൊക്കെ ആകുമ്പോഴേക്കും 2 മണിയാകുമ്പോൾ തന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പം നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടോ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം കാലടിയിൽ നമുക്ക് അത്യാവശ്യം നല്ല ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ ഉച്ചയ്ക്ക് നല്ല കിടിലം ഫുഡായിരുന്നു കേട്ടോ. ഞാൻ ആ ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. കാരണം അത്രയും നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അപ്പോൾ ആ കഴിക്കേണ്ട രീതിയിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഓൾറെഡി നമുക്കറിയാമായിരുന്നു കോട്ടയത്ത് അവരുടെ അവിടെ നല്ല കിടിലം ഫുഡാണെന്ന്. കാരണം നമ്മൾ ഫസ്റ്റ് പോയപ്പോഴേ മനസ്സിലാക്കിയ കാര്യമായിരുന്നു. അപ്പോൾ എന്താ കിടിലം ഫുഡായിരുന്നു, അത് കഴിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്നൊരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മളവിടെ നിന്ന് ഇറങ്ങി. കാരണം റിസപ്ഷൻ്റെ ഓഡിറ്റോറിയം കുറച്ചേ പോവുള്ളൂ. അപ്പോൾ നമ്മൾ അവിടേക്ക് ബസ്സിൽ തന്നെയാണ് പോയത്. അങ്ങനെ നമ്മൾ അവിടെ ആ ഒരു കൺവെൻഷൻ സെൻറ്ററിൽ എത്തി. മണിമുറ്റം കൺവെൻഷൻ സെൻറ്ററോ അങ്ങനെ എന്തോ ആണ് കേട്ടോ അതിൻ്റെ പേര്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ എന്താ പറയുക, എല്ലാ സെറ്റപ്പും അവരവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ടത് അവരുടെ ഇവൻ്റ് കേട്ടോ. എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തനിമ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് കമ്പനിയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ഓരോ സ്പോട്ടുകളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് തന്നെ എൻട്രൻസിൽ നല്ല ഫ്രഷ് ജ്യൂസ് ഉണ്ടായിരുന്നു. ഞാനാകെ ഒരെണ്ണേ കുടിച്ചുള്ളൂ. എന്തൊക്കെയോ ഉണ്ടായിരുന്നു, പലതരം ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പം ഞാനതിൽ ഏതോ ഒരു പച്ച കളറിലുള്ള ഈ പച്ച കളറിലുള്ളതില്ല, ഇതാണ് ഞാനത് കരിമ്പാണെന്ന് വിചാരിച്ചിട്ടേ കുടിച്ചത്. പക്ഷേ കരിമ്പല്ലെന്ന് തോന്നുന്നു, പുതിന ഇട്ടിട്ടെന്തോ സംഭവം, അതാണ് കേട്ടോ ഞാൻ കുടിച്ചത്. പിന്നെ മുന്തിരി, പൈനാപ്പിൾ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, തണ്ണിമത്തൻ എന്തൊക്കെയോ ഉണ്ട് തോന്നുന്നു. അങ്ങനെ നമ്മളവിടെ എത്തി വെൽക്കം ഡ്രിങ്ക്സൊക്കെ കുടിച്ച് നേരെ ഓഡിറ്റോറിയത്തിൽ പോയി കേട്ടോ. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ പോയ സമയത്ത് തന്നെ ഈ ഒരു എൻട്രൻസ് ഉണ്ടല്ലോ, ആ എൻട്രൻസിൽ വെച്ചിട്ട് ഞങ്ങൾ ഒരുപാട് എന്താ പറയുക ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു എൻട്രൻസിൽ വെച്ചിട്ട്. എനിക്ക് ഈ ഒരു സെറ്റപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഡോറും കാര്യങ്ങളും ആ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ. കാരണം എവിടെ നിന്ന് നമ്മൾ ഫോട്ടോ എടുത്താലും നല്ല അടിപൊളി പെർഫെക്റ്റ് കിടിലും ഫോട്ടോസ് കിട്ടുമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് കുറച്ച് നേരം ഒന്നിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ഗ്രൂമിൻ്റെ ഫാദർ. അപ്പം നമ്മളവിടെ എല്ലാവരും ചെന്നിരുന്ന് സെറ്റായി. ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയം. ഇവിടെ നല്ല സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഫിലിം ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ.
പിന്നെ നമ്മൾ ബ്രൈഡും ഗ്രൂമും വന്നു. അങ്ങനെ അവർ സ്റ്റേജിലേക്ക് വരുമ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു വെൽക്കമിങ് ആയിരുന്നു. നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിലൊരു മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ആങ്കറും അതുപോലെ തന്നെ ഫ്ലൂട്ട് വായിക്കുന്ന അങ്ങനത്തെ ഓർക്കസ്ട്ര ടീമും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്നുണ്ടായിരുന്നു. ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ കുട്ടികൾ നമ്മുടെ പ്രിയപ്പെട്ടവർ എത്തിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ആദരിക്കുകയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ വെഡിങ് റിസപ്ഷൻ ചടങ്ങിലേക്ക് പിന്നെ എനിക്ക് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം സ്റ്റോറേജ് ഫുള്ളായിട്ട് എനിക്കൊരു വഴിക്ക് പോയിട്ടുന്നില്ലായിരുന്നു. നല്ല കിടിലൻ കുറേ വെറൈറ്റി ഫുഡ് ഉണ്ടായിരുന്നു. മസാല ദോശ, പൊറോട്ട, പത്തിരി, കള്ളപ്പം, ചിക്കൻ സ്റ്റൂ, ബീഫ്, ചിക്കൻ, മസാല ദോശ, കപ്പ, ഫ്രൈഡ് റൈസ്, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ വെൽക്കം ഡ്രിങ്ക് തന്നെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പുഡിങ്ങും അതുപോലെ തന്നെ ഐസ്ക്രീം, സലാഡ്, അങ്ങനത്തെ ഒക്കെ ഐറ്റംസൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഒന്നാമത് കണ്ടപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. പിന്നെ കഴിക്കാനുള്ള സ്പേസ് ഇല്ല ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതുകൊണ്ട്. അങ്ങനെ ഞാൻ ആകെ പൊറോട്ടയും ബീഫും മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഓംപ്ലേറ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കിടിലൻ ഫുഡും കാര്യങ്ങളും ആയിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഈ ഒരു ആങ്കറിങ് സെറ്റപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പേഴ്സണലി. അപ്പോൾ എന്തായാലും മൊത്തത്തിലൊരു അടിപൊളി കിടിലൻ ഒരു റിസപ്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറേശ്ശെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു.